ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ്, അതായത് ഇമേജസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഇതിനെ എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് പാനലായിരിക്കണം സെലക്ട് ചെയ്ത് വെച്ചിരിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 1-2 ഓപ്ഷൻസ്, 3-4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഡാറ്റനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്, വളരെ എളുപ്പത്തിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1-2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ പ്രൊജക്റ്റിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫയൽസിൽ പോയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാണോ അതിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുക്കുമ്പം ആ ഫയൽസൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഫോട്ടോസും ഉണ്ട്, ഓഡിയോസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇമേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമേജ് ഫോൾഡറിൽ നമുക്ക് കൊണ്ടുപോയിടാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാവും. ഓക്കെ, അതിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ ഫോൾഡർ ഒന്നും ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഫോൾഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ നിലവിൽ ഓഡിയോന് വേണ്ടിയിട്ടും, അതായത് ഓഡിയോസ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ആ ഒരു ഫോൾഡറിനെ ഞാൻ പ്രൊജക്റ്റ് 1 കൊണ്ടുപോയിടാണ്. എന്നിട്ട് ആ ഒരു ഓഡിയോ ഫോൾഡറിൽ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓഡിയോയും കൊണ്ടുപോയിടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തത്തിലൊരു പാക്കേജായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം പ്രൊജക്റ്റ് 1 ഡാറ്റയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഓഡിയോസും വീഡിയോസും കോമ്പോസിഷൻസും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അതിന് ഞാൻ വീണ്ടും പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്, പ്രൊജക്റ്റ് പാനൽ. അതിനുശേഷം ഫയൽസിൽ പോവാം. മുകളിൽ മെനുവിലുള്ള ഫയൽസിൽ പോയാൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ ഫയൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ വേറെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മളിപ്പം ഫയൽസ് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിടാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ എങ്ങനെ നമുക്ക് കോമ്പോസിഷനിലേക്ക് എടുക്കാമെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോമ്പോസിഷനിലേക്ക് എങ്ങനെ നമുക്ക് ഇവിടെ പ്രൊജക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഡാറ്റനെ ഇങ്ങോട്ട് എടുക്കാമെന്ന് നോക്കാം. അതുപോലെ ടൈം ലൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനാണ് ഞാൻ നേരത്തെ ഈ സെക്കൻഡ്സിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെക്കൻഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നിലവിൽ ഇമേജസിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇമേജിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ ഈ ഒരു കോമ്പോസിഷൻ, ഈ ഒരു പേജ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇവിടെ ഒരു ചിഹ്നം വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ മൂവ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമേജിനെ മൂവ് ചെയ്യാനും അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനും എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ സാധനം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. താഴെ ടൈം ലൈനിൽ നിങ്ങൾക്ക് വന്നത് കാണാൻ പറ്റും. ഇതേ സാധനം 40 സെക്കൻഡിലാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മൾ ഡയറക്റ്റ് നമ്മൾ കോമ്പോസിഷനിലേക്കാണ് കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 40 സെക്കൻഡും ഇതേ ഇമേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് കോമ്പോസിഷനിലേക്ക് ഇട്ടു. കോമ്പോസിഷനിലേക്ക് ഇട്ടാൽ അതിനെ നീക്കാൻ വേണ്ടിയിട്ട്, മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടൺ എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത് 40 സെക്കൻഡിലേക്ക് കണക്കായിക്കൊണ്ട് ഇവിടെ ടൈം ലൈനിൽ വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ടൈം ലൈനിൽ ഏതൊക്കെ വീഡിയോസോ ഏതൊക്കെ ഫോട്ടോസാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെയായിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്ര ടൈം ഉണ്ട്, ഇതിപ്പോൾ 40 സെക്കൻഡും ഇപ്പോൾ ഇത് തന്നെയാണ് പ്ലേ ആവുക. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് വേണേൽ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 സെക്കൻഡും ഇതേ ഇമേജ് തന്നെയാണ് പ്ലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഇമേജ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഞാനിപ്പോൾ രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യാണ്. രണ്ടാമത്തെ ഇമേജ് ഞാൻ എന്ത് ചെയ്യുക, കോമ്പോസിഷൻ വഴി എടുക്കുന്നില്ല, ഞാൻ ടൈം ലൈനിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട്, ടൈം ലൈനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് നേരത്തെ ഇമേജ് എങ്ങനെയാണ് കണ്ടത്, 40 സെക്കൻഡും ഇതേ ഇമേജ് തന്നെയാണ്. അപ്പോൾ ഈ ഇമേജ്, ഞാൻ പുതുതായിട്ട് എടുക്കുന്ന ഇമേജ് എനിക്ക് 40 സെക്കൻഡ് വേണ്ട, എനിക്കൊരു 10 സെക്കൻഡിൻ്റെ ശേഷം തുടങ്ങിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 10 സെക്കൻഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. 10 സെക്കൻഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ നിങ്ങൾ വരുന്നത് കണ്ടോ, ആ ഒരു ബ്ലൂ കളർ കറക്റ്റ് 10 സെക്കൻഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പം പുതിയതായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടിട്ടിട്ടുള്ള ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ടൈം ലൈനിൽ വന്നിട്ടുള്ളത് 10 സെക്കൻഡിന് ശേഷമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ജസ്റ്റ്
ഈ വീഡിയോ ഒന്ന്, അതായത് ഈ ഒരു എഫക്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ലെയർ ഫോർമാറ്റ് ഉണ്ട്. ലെയർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിത് ജസ്റ്റ് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതെന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. അപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമൽ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ രണ്ടാമത്തെ ഇമേജ് 10ാമത്തെ സെക്കൻഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 സെക്കൻഡ് ആയിട്ടും ആ ഒരു ഇമേജ്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള, നമ്മൾ പുതുതായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് 10ാമത്തെ സെക്കൻഡിൽ കാണിക്കുന്നില്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അതിനാണ് ഇവിടെയുള്ള ഈ ലെയറിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇവിടെ ലെയർ 1 ഉണ്ട്, ലെയർ 2 ഉണ്ട്. നമ്മൾ ആദ്യം ഇട്ട ഇമേജാണ് ഇപ്പോൾ മുകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇമേജാണ് 40 സെക്കൻഡും ഫുള്ളായിട്ട് നമ്മൾ കാണാനും പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇമേജിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇടുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? രണ്ടാമത്തെ ഇമേജിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഇടുകയാണ്. ഓക്കെ, മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിട്ടുണ്ട്, താഴെ ബേസായിട്ട് 40 സെക്കൻഡിൻ്റെ ഇമേജ് ഉണ്ട്, മുകളിൽ 10 സെക്കൻഡ് മുതൽ തുടങ്ങുന്ന ആ ഒരു ഇമേജും വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ഒരു പാനൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിലിപ്പം ഈ ഒരു ഇമേജ് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ 10 സെക്കൻഡ് ആവുന്ന സമയത്ത് നമ്മുടെ പുതിയ ഇമേജ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡാറ്റ ഇമ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പം ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ഒരു 10 സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ 10 സെക്കൻഡിന് ശേഷമാണ് വരിക എന്നുള്ളതും. അത് 10 എന്നല്ല കേട്ടോ, ഏത് സെക്കൻഡിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, അതിന് ശേഷമായിരിക്കും ആ ഒരു ഇമേജ് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ലെയർ പാനൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഈ ലെയർ ബൈ ലെയർ ആയിട്ട് വരുന്ന ഈ സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. എന്നാൽ പോലും ജസ്റ്റ് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത് പറയുന്ന സമയത്ത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാഫ് എന്നുള്ളത് കാണാൻ പറ്റും. ഇത് ഇതിൻ്റെ റെസൊല്യൂഷനാണ് കേട്ടോ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ പുറത്തേക്ക് എടുക്കുമ്പോൾ, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള റെസൊല്യൂഷൻ അല്ല ഇവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇപ്പം നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അതിൻ്റെ റെസൊല്യൂഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഹാഫ് ഇട്ടത്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാഫ് ഇടാൻ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഇപ്പോൾ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്പ് ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, ഇത് കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാങ് ആവുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹാഫിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലൊക്കെ ഇടാം. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാഗും അതുപോലെ നമുക്ക് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ തോന്നും. എന്നാൽ പോലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ലാഗില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് റേഷ്യോ കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഇമേജിനെ, നമ്മളിവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇമേജിനെ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആക്കി മാറ്റാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ.